LDF വാടാനപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തൃത്തല്ലൂരിൽ നിന്നാരംഭിച്ച റാലി വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം SFI ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. RSSന്റെ കർത്തവ്യർ തകർത്തത് ആകസ്മികമായ ഒരു ദിവസം തകർത്തതായിരുന്നില്ല. ഇന്ത്യയെ മതം പറഞ്ഞ് വിഭജിക്കുന്ന RSSന്റെ പദ്ധതിയുടെ തുടക്കമായിരുന്നു ഒരുപക്ഷെ ബാബറി മസ്ജിദിന്റെ ധ്വംസനത്തിലൂടെ RSS നടപ്പിലാക്കിയത്. 1980 മുതൽ വിവിധങ്ങളായ പദ്ധതികൾ തയ്യാറാക്കി. ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളിൽ ശ്രീരാമനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സീരിയലുകൾ പ്രക്ഷേപണം ചെയ്തു, രഥയാത്രകൾ സംഘടിപ്പിച്ച് അങ്ങനെ ഈ നാടിന്റെ മതനിരപേക്ഷ മനസ്സിനെ കീഴ്മുറിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് 1992 ഒരു ഡിസംബർ മാസം 6-ാം തീയതി കർത്തവ്യർ ബാബറി മസ്ജിദ് തകർക്കുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് 464 വർഷം പഴക്കമുള്ള ബാബർ നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്ന ഒരു പൗരാണിക മുസ്ലിം മതനിർമ്മിതി മാത്രമായിരുന്നില്ല. 1992 ഡിസംബർ മാസം 6-ാം തീയതി തകർക്കപ്പെട്ടത് ഈ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി ഞാനും നിങ്ങളും ഉറങ്ങുന്ന ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും അഭിമാനത്തോടെ പറഞ്ഞ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ സ്വപ്നങ്ങളായിരുന്നു. CPI നേതാവ് അഷ്റഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. സുരേഷ് മഠത്തിൽ, KA വിശ്വംഭരൻ, PI സജിത, VR മനോജ്, KC പ്രസാദ്, BA ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. LDF